റിയ, ആ മകൾ ഇത്രയും മണിക്കൂർ ഇത്രയും ദിവസം ഒതുക്കി വെച്ചിരുന്ന സങ്കടങ്ങൾ മുഴുവൻ അണപൊട്ടി ഒഴുകുന്നത് നമുക്ക് ഇന്ന് ദൃശ്യങ്ങളിൽ കാണാം. ഇത്രയും ദിവസവും ധൈര്യം സംഭരിച്ച് ഇരുന്ന ആ മകൾക്ക് ഇന്ന് ആ ധൈര്യം ചോർന്നു പോയിരിക്കുന്നു. കാരണം അച്ഛൻ ഇനിയില്ല എന്ന തിരിച്ചറിവിൽ പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് വല്ലാത്തൊരു നിരാശയുടെ ഇരിപ്പാണ് നമുക്ക് കാണാനാവുക അല്ലേ? മോത്തി, അത് നമുക്ക് ആ സാഹചര്യത്തെ ഇന്നലെ ആ മകൾ പറഞ്ഞതിലൂടെ നമുക്കത് മനസ്സിലാക്കാവുന്നതാണ്. ഇന്നലെ ഒരുപാട് ആളുകൾ എന്തുകൊണ്ടാണ് ഒരു മകൾ കരയാത്തത്, എന്തുകൊണ്ടാണ് ഒരു മകൾ ഇങ്ങനെ സംസാരിക്കുന്നത് എന്നൊക്കെ തരത്തിൽ കമൻറ്റുകൾ വരുന്ന കണ്ടു. പക്ഷേ നമ്മൾ ആ ആർത്തി കടന്നുപോയ സാഹചര്യങ്ങൾ കൂടി അവരുടെ വാക്കുകളിൽ കൃത്യമായിരുന്നു. തൻ്റെ കൺമുന്നിൽ വെച്ച് അവർ കുറച്ചുകൂടി വിശദമായി സംസാരിച്ചിരുന്നു. ആദ്യഘട്ടത്തിൽ തൻ്റെ കൺമുന്നിൽ വെച്ച് അച്ഛന് വെടിയേൽക്കുകയാണ്. ഭീകരാക്രമണത്തിൽ അച്ഛൻ്റെ തലയ്ക്ക് നേരെ അവർ വെടിയുതിർക്കുകയാണ്. അച്ഛനവിടെ മരിച്ചു വീഴുമ്പോൾ താൻ നിലവിളിച്ചു കരഞ്ഞെന്നും അച്ഛനെ കെട്ടിപ്പിടിച്ച് നിലവിളിച്ച് കരയുകയായിരുന്നു എന്നാണ് ആർത്തി പറഞ്ഞത്. അപ്പോൾ തൻ്റെ മക്കളാണ് നിലവിളിച്ച് അമ്മേ നമുക്ക് ഇവിടെ നിന്ന് ഓടേണ്ടേ എന്ന മക്കളുടെ നിലവിളി കേട്ടാണ് താനൊരു അമ്മയാണല്ലോ, തനിക്ക് തൻ്റെ മക്കളെ രക്ഷപ്പെടുത്തണമല്ലോ എന്ന കാര്യം തിരിച്ചറിഞ്ഞതെന്ന് ആദ്യഘട്ടത്തിൽ സംസാരിച്ചപ്പോൾ ആർത്തി വ്യക്തമാക്കിയിരുന്നു. അങ്ങനെയാണ് താൻ അവിടെ നിന്ന് മക്കളെ രക്ഷപ്പെടുത്തണമല്ലോ എന്ന ചിന്തയിൽ അവിടെ നിന്ന് ഓടുന്നതെന്ന് ആർത്തി കൃത്യമായി തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ കൺമുന്നിൽ വെച്ച് അച്ഛൻ നഷ്ടമായ ഒരു മകളാണ്, തൊട്ടരികിൽ 2 മക്കളുടെ ജീവൻ രക്ഷിക്കേണ്ട ഒരു അമ്മയാണ്. അങ്ങനെ സന്തോഷത്തോടെ ഒരു ഉല്ലാസയാത്ര പോയി അവിടെ വെച്ച് അപ്രതീക്ഷിതമായി ഇങ്ങനൊരു സാഹചര്യത്തെ നേരിടേണ്ടി വന്ന ഒരു കുടുംബമാണ്. അവരെങ്ങനെയാണ് ആ സാഹചര്യത്തിലൂടെ കടന്നു പോവുക എന്നുള്ളത് അവരുടെ വ്യക്തിപരമായ നമുക്ക് ഒരാൾക്കും പുറത്തുനിന്ന് നോക്കിക്കാണുന്ന ഒരാൾക്കും മനസ്സിലാക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. അതിനെ പുറത്തുനിന്ന് ഒരാൾ വിലയിരുത്തുക എന്ന് പറയുന്നത് അത് ഒരു തരത്തിലും നമുക്കതിന് എന്ത് മറുപടി നൽകണമെന്നറിയില്ല. പക്ഷേ ഇതാ ഇവിടെ അല്പസമയം മുമ്പ് നമ്മൾ കണ്ടതാണ്, ആ കുടുംബം സർവ്വതും നഷ്ടപ്പെട്ട് ഭാര്യ ഷീലയും മകൾ ആർത്തിയും മകൻ അരവിന്ദും 2 പേരക്കുട്ടികളും ചങ്ങമ്പുഴ പാർക്കിലേക്ക് തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട അച്ഛനെയും മുത്തശ്ശനെയും ഭർത്താവിനെയും ഒക്കെ കാണുന്നതിനായി എത്തുകയും അവരവിടെ തളർന്നിരിക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നതാണ്. ഒരു കുടുംബത്തിനുണ്ടായ നഷ്ടമാണത്. സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും കഴിയും. എപ്പോഴെന്ന് ചോദിച്ചാൽ അത് നമുക്കായിരുന്നു സംഭവിച്ചിരുന്നത് എങ്കിൽ, ആ സ്ഥാനത്ത് നമ്മളായിരുന്നു എങ്കിൽ എന്ന് മാറ്റി ചിന്തിച്ചു നോക്കിയാൽ, മറ്റൊരാളുടെ ഷൂസിനുള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ കാര്യങ്ങളെ കാണാൻ ശ്രമിച്ചാൽ പൂർണ്ണമായും ഉൾക്കൊള്ളാൻ കഴിയും എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ അതങ്ങനെ ശ്രമിക്കാത്ത ചില മനുഷ്യരാണ്, ഇനിയും നേരം വെളുക്കാത്ത ചില മനുഷ്യരാണ് ഇത്തരത്തിൽ സൈബർ ആക്രമണം നടത്തുന്നത് എന്നേ പറയാനാവൂ. അവർക്കൊരിക്കലും നേരം വെളുക്കുകയും ഇല്ല, വെളുക്കാതിരിക്കട്ടെ എന്ന് തന്നെ വിചാരിക്കുന്നു. ആ മകളുടെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടാൽ മനസ്സിലാകും, അവരഭിനയിച്ച ധൈര്യം അല്ലെങ്കിൽ അവരെടുത്തണിഞ്ഞ ധൈര്യം സാഹചര്യത്തിൻ്റെ സമ്മർദ്ദത്താൽ ഉള്ളതായിരുന്നു എന്ന്. അപ്പോഴും പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾക്കൊന്ന് കരയുന്നതായി അഭിനയിക്കാൻ പാടില്ലേ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. ആ മനുഷ്യരോടായി പറയട്ടെ, നിങ്ങൾ കണ്ണു തുറന്ന് കാണൂ. ധൈര്യം അഭിനയിക്കുകയായിരുന്നു, അണിയുകയായിരുന്നു. അത് സാഹചര്യം കൊണ്ടാണ്. അവിടെ ധൈര്യത്തോടെ ഇരിക്കേണ്ട ആവശ്യകതയുണ്ടായിരുന്നു. ആ അച്ഛൻ ആ മകളെ പഠിപ്പിച്ചത് അങ്ങനെയാണ്. പ്രിയ, നിരവധി പേർ ഇപ്പോഴും അന്തിമോപചാരം അർപ്പിക്കാനായി എത്തുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. പറയൂ. അല്പസമയം മുമ്പാണ് നടൻ ജയസൂര്യ എവിടേക്ക് എത്തുകയും അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുകയും ചെയ്തത്. ജില്ലാ കളക്ടർ എത്തിയിട്ടുണ്ട്, മന്ത്രി പി രാജീവ് എത്തിയിരുന്നു, ഹൈബീഡൻ MP എത്തിയിരുന്നു, കൊച്ചി കോർപ്പറേഷൻ മേയർ M അനിൽകുമാർ എത്തിയിരുന്നു, MLA ഉണ്ണികൃഷ്ണൻ എത്തിയിരുന്നു. അതോടൊപ്പം തന്നെ വിവിധ സാംസ്കാരിക നേതാക്കന്മാർ, മത മേലധ്യക്ഷന്മാർ, അങ്ങനെ സമൂഹത്തിൻ്റെ വിവിധ തുറകളിൽ നിന്നുള്ളവരൊക്കെ അദ്ദേഹത്തെ കാണാനായി എത്തുന്നു. കാരണം ഇത് നമ്മുടെ രാജ്യത്തിനുണ്ടായ ഒരു വേർപാടാണ്. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമാണ്. ആളുകൾ സന്തോഷത്തോടെ പോകുന്നൊരു സ്ഥലത്ത് ഭീകരാക്രമണം ഉണ്ടാകുന്നു. അവിടെ നമ്മുടെ തൊട്ടരികിലുള്ള ആളുകൾക്ക് പോലും ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അത് ഒരു നാടിനെ ഒന്നാകെ സങ്കടക്കടലിൽ ആഴ്ത്തിയതും ഞെട്ടലിലാഴ്ത്തിയതുമായ സംഭവമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ ആശ്വസിപ്പിക്കാനും അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാനുമായി ഒരുപാട് ആളുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. നീണ്ട നിര തന്നെ ചങ്ങമ്പുഴ പാർക്കിന് പുറത്ത് റോഡിലും അതോടൊപ്പം തന്നെ പാർക്കിന് അകത്തും ഈ പൊതുദർശനം നടക്കുന്ന ഹാളിലേക്ക് ഇത് കയറാനായി ഒരുപാട് ആളുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ടേയിരിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം BJPയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ BJP പ്രവർത്തകർ ഒരുപാട് പേർ ഇവിടേക്ക് എത്തുന്നുണ്ട് അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ. റെസിഡൻസ് അസോസിയേഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്.
അതുകൊണ്ട് തന്നെ അതിൻ്റെ സുഹൃത്തുക്കൾ, അദ്ദേഹത്തിൻ്റെ അയൽവാസികൾ, ആ ഇടപ്പള്ളിയിലെ മങ്ങാട്ട് ലൈനിൽ താമസിക്കുന്ന നിരവധി ആളുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ മോത്തി പറഞ്ഞതുപോലെ നീരാഞ്ജനം എന്ന വീട് അദ്ദേഹത്തിൻ്റെ സ്വപ്ന വീട്ടിൽ അദ്ദേഹത്തിന് ഏറ്റവും സന്തോഷമായി കഴിഞ്ഞിരുന്ന വീടാണ്. അവിടേക്കാണ് ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചേതനയേറ്റ ശരീരം കൊണ്ടുപോകേണ്ടത്. വിഷു കഴിഞ്ഞ് ആഘോഷമൊക്കെ കഴിഞ്ഞ് പേരക്കുട്ടികളുമായി ചേർന്ന് അവരുടെ അവധി കഴിയും മുമ്പ് ഒരു യാത്ര പുറപ്പെട്ടു പോയ കുടുംബം അങ്ങേയറ്റം നിരാശയോടെ, അങ്ങേയറ്റം വലിയ വേദനയോടെ തിരികെ ആ വീട്ടിലേക്ക് എത്താൻ പോവുകയാണ്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ മൃതദേഹം എത്തിച്ചതിന് ശേഷം ആ കുടുംബം ആ വീട്ടിലേക്ക് പോയതും അവരുടെ ആ പ്രതികരണവും ഒക്കെ നമ്മൾ കേൾക്കുകയും ഒക്കെ ചെയ്തതാണ്. അങ്ങനൊരു വേദന അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയട്ടെ, അതിനെ അവർക്ക് മറികടക്കാൻ കഴിയട്ടെ എന്നാണ് ഇവിടെ എത്തുന്ന മുഴുവൻ ആളുകളും അവരെ ആശ്വസിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസമൊക്കെ നിരവധി ആളുകൾ, രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി ആ കുടുംബത്തെ ആശ്വസിപ്പിക്കുകയും അവർക്ക് കരുത്തായി കൂടെ നിൽക്കുകയും ഒക്കെ ചെയ്ത് നമ്മൾ കണ്ടതാണ്. അങ്ങനെ സമൂഹം ഒന്നായി ആ കുടുംബത്തിനൊപ്പം നിൽക്കുന്നു, അവരുടെ വേദനയിൽ പങ്കുചേരുന്നു. ഒരുപാട് ആളുകൾ ഇനിയും ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. മന്ത്രി എ കെ ശശീന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടേക്ക് എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെ ഒരുപാട് ആളുകൾ ഇവിടേക്ക് എത്തുകയും ആ കുടുംബത്തിനൊപ്പം അവരുടെ വേദനയിൽ, അവരുടെ വേർപാടിൽ ഒരു കൈത്താങ്ങായി, ഒരു ചേർത്തുപിടിക്കലായി, അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒപ്പം നിൽക്കുന്നു. അതാണ് ചങ്ങമ്പുഴ പാർക്കിലേക്ക് ആളുകൾ എപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളിൽ നിന്ന് അത് വ്യക്തമാണ്. എന്തായാലും 9 മണിവരെ ഇവിടെ പൊതുദർശനം തുടരും. അതിനുശേഷം മാങ്ങാട്ട് ലൈനിലുള്ള അദ്ദേഹത്തിൻ്റെ നീരാഞ്ജനം എന്ന വീട്ടിലേക്ക് കൊണ്ടുപോകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അവിടെ നിന്ന് ഇടപ്പള്ളി ശ്മശാനത്തിലേക്ക് കൊണ്ടുപോവുകയും 12 മണിയോടെ സംസ്കാര ചടങ്ങുകൾ നടക്കുകയും ചെയ്യും. മന്ത്രിമാർ ഉൾപ്പെടെ അതിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ടെന്നാണ് നേരത്തെ അറിയിച്ചിരിക്കുന്നത്. ഇതുവരെ അത്തരത്തിലുള്ളൊരു ക്രമീകരണമാണ് ഏർപ്പെടുത്തുകയും ഒക്കെ ചെയ്തിരിക്കുന്നത്. എന്തായാലും അത് ഒരു വലിയ വേദനയായി എൻ രാമചന്ദ്രൻ മാറുകയാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബം, അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ, അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളൊക്കെ അത് ഉൾക്കൊള്ളാനാകാതെ അങ്ങേയറ്റം വേദനയോടെ ഈ പൊതുദർശന ചടങ്ങിൽ അദ്ദേഹത്തിനൊപ്പം ചേർന്നിരിക്കുന്നു. അത് നമ്മൾ കണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയും കുടുംബവും ഒക്കെ രാവിലെ തന്നെ ആശുപത്രിയിൽ എത്തിയിരുന്നു. അതിനുശേഷമാണ് ഇടപ്പള്ളിയിലെ ചങ്ങമ്പുഴ പാർക്കിലേക്ക് എത്തിയത്. 2 പേരക്കുട്ടികളുടെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്, ആർത്തിയുടെ മക്കൾ. അവരും ഇവിടേക്ക് എത്തിയിരുന്നു. ആ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വെച്ചാണ് ഈ സംഭവം നടക്കുന്നത്. അതിനെക്കുറിച്ചൊക്കെ മകൾ പറഞ്ഞ് നമ്മൾ കേട്ടതാണ്. ആ കുഞ്ഞുങ്ങളുടെ ഒരു നേരിടേണ്ടി വന്ന ഒരു ആഘാതത്തെക്കുറിച്ച് നമുക്ക് എങ്ങനെ ആ കുട്ടികൾ അതിനെ മറികടക്കും എന്നുള്ളതൊക്കെയാണ് വലിയ ആശങ്കയെ നിൽക്കുന്നത്. ആർത്തി തന്റെ മക്കളെ ഇടയ്ക്ക് ആ ദൃശ്യങ്ങളിൽ കണ്ടിരുന്നു. അമ്മയോട് ഒട്ടിച്ചേർന്നിരിക്കുന്ന ആ 2 മക്കളിൽ ഒരാളുടെ കണ്ണിലുണ്ട് ആ നിസ്സഹായതയോ ഭയമോ ഒക്കെ ആ നോട്ടത്തിലുണ്ട്. അത് കാണുമ്പോൾ ഹൃദയമുള്ള ഒരാളുടെ ഹൃദയം തകർന്നു പോകും എന്ന കാര്യത്തിൽ സംശയമില്ല. ആ സാഹചര്യത്തിൽ അവരവിടെ ഉണ്ടായിരുന്നു. അത് കണ്ടു നിൽക്കുകയായിരുന്നു. മുത്തച്ഛൻ്റെ മരണം, വെടിവയ്പ് കണ്ടു നിൽക്കുകയായിരുന്നു. അവിടെ നിന്ന് കിലോമീറ്ററുകൾ താണ്ടി ആ മക്കളെയും കൊണ്ട് മകളെന്ന സ്ഥാനവും അമ്മയെന്ന സ്ഥാനവും ഒരുപോലെ നിർവഹിച്ച് ആ പെൺകുട്ടി ആ കുന്നുകളും അടിവാരവും താണ്ടി ഇവിടെ വരെ എത്തിയെങ്കിൽ ആ ധൈര്യത്തിനെ നമ്മൾ സല്യൂട്ട് ചെയ്തേ മതിയാകൂ. രാജ്യമൊന്നടങ്കം അത് സല്യൂട്ട് ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല. എല്ലാ കാലവും സ്മരിക്കപ്പെടുകയും ചെയ്യും. നെഞ്ച് തകർന്നിരിക്കുകയാണ് ആ മനുഷ്യരൊക്കെയും. പരസ്പരം ഒരു വാക്ക് മിണ്ടാനാവാതെ, ആശ്വാസ വാക്കുകൾക്ക് സ്ഥാനമില്ലാതെ അവരങ്ങനെ കരൾ അലിഞ്ഞ് ഉരുകിയിരിക്കുന്ന സന്ദർഭത്തിൽ നാടാണ് അവർക്ക് ആശ്രയം. നാട്ടിലെ നല്ല മനുഷ്യരാണ് ആശ്രയം. ഈ മനുഷ്യരൊക്കെ അങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്നതും ഈ സങ്കടത്തിൽ പങ്കുചേരാനാണ്. ഒപ്പം മരണപ്പെട്ട ആളിന് അന്തിമോപചാരം അർപ്പിക്കാം. നിരവധി പേരാണ് രാവിലെ മുതൽ അങ്ങോട്ടേക്ക് എത്തുന്നത്. റീയും ശ്യാം പ്രസാദും ഒക്കെ വിവരങ്ങളായി പങ്കുവച്ചതുപോലെ 9:30 വരെ അവിടെ ചങ്ങമ്പുഴ പാർക്കിൽ പൊതുദർശനമുണ്ടാകും. തുടർന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകും. അവിടെ നിന്ന് 12 മണിക്ക് സംസ്കാര ചടങ്ങുകൾക്കായി ഇടപ്പള്ളി ശ്മശാനത്തിലേക്ക് എത്തിക്കും. ഇതുവരെയുള്ള തീരുമാനങ്ങൾ അങ്ങനെയാണ്. ബന്ധുക്കൾ നാട്ടിലേക്ക് എത്തേണ്ടതുണ്ടായിരുന്നു വിദേശത്തു നിന്നും മറ്റും. അതുകൊണ്ടാണ് ഇന്ന് സംസ്കാര ചടങ്ങുകൾ നടത്താമെന്ന് തീരുമാനിച്ചത്. വിശദാംശങ്ങൾ